Hello guys, welcome back to my YouTube channel Josh Talks. And today we are going to discuss about the new tax regime changes which is announced in the Union Budget 2025. So let's dive deep into that. So basically, we were all waiting, eagerly waiting to see the new announcements in the 2025 Union Budget since we were all expecting some of the tax deductions. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ടാക്സിന് എന്താ മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് നമുക്കറിയാം. സോ മിഡിൽ ക്ലാസ്സിന് ഫേവറബിൾ ആയിട്ടുള്ള വലിയ അനൗൺസ്മെന്റ്സ് ആണ് 2025 യൂണിയൻ ബജറ്റ് നിർമ്മല സീതാരാമൻ ജി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, the fabulous, fantastic, energetic, and most what can I say, നമ്മുടെ ഒരു സൂപ്പർ വുമൻ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ന് വന്ന് നമുക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സോ അനൗൺസ്മെന്റ് നമുക്ക് ഫസ്റ്റ് ഒന്ന് കേൾക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഇതിന്റെ എഫക്ട്സ് ഓൺ ഇന്ത്യൻ ടാക്സിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ അനൗൺസ്മെന്റ്. ഇത് വേറെ ന്യൂസ് ചാനലുകളുടെ വാക്കിലൂടെയല്ല, ഇത് ഫ്രം ദ from the real person, from the finance minister and the വായിൽ നിന്ന് നമുക്കത് കേൾക്കാം. So happy to announce we have periodically reduced their tax burden. Right after 2014, the nil tax slab was raised to 2.5 lakhs. So here basically she is saying like, ഇവര് ഈ BJP 2014 അധികാരത്തിൽ വന്ന് അന്ന് തൊട്ട് ഇവര് ടാക്സ് മിഡിൽ ക്ലാസിന്റെ അടുത്ത് നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിനെ കുറിച്ചാണ് ആദ്യം നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നത്. Of rupees, which was further raised to 5 lakh rupees in 2019. And to 2014, the nil tax slab was raised to 2.5 lakhs of rupees, which was further raised to 5 lakh rupees in 2019 and to 7 lakh rupees in 2023. 2019 5 lakhs ആയിട്ട് ഉയർത്തി, 2014 2.5 lakhs ആയിട്ട് ഉയർത്തി, പിന്നെ 2019 5 lakhs ആയിട്ട് ഉയർത്തി, 2023 7 lakhs ആയിട്ട് ഉയർത്തി. സോ ദ BJP ഗവൺമെന്റ് ഈസ് കണ്ടിന്യൂസ്ലി റൈസിങ് ദ ടാക്സ് കൊടുക്കേണ്ടാത്ത ഇൻകത്തിന്റെ ഇത് ഇവര് ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോഴല്ലേ ഇവർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് തിങ് ഫോർ എ മിഡിൽ ക്ലാസ് പേഴ്സൺ ഓർ എ സാലറിഡ് പേഴ്സൺ ജസ്റ്റ് ലൈക്ക് അസ്. ബിക്കോസ് പണ്ടത്തെ കാലത്തെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ടാക്സ് കൊടുക്കേണ്ടുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ലോൺ എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മേടിക്കും. എന്നിട്ട് ടാക്സ് എക്സെപ്ഷന് വേണ്ടിയിട്ടാണ് അവർ മെയിൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ELS സ്കീംസ് ഉണ്ടല്ലോ, ELS മ്യൂച്വൽ ഫണ്ട്സിലിടും, അല്ലെങ്കിൽ PF പോലത്തെ വേറെ കാര്യങ്ങളിൽ അവരിടുന്ന എമൗണ്ട് കൂട്ടും. അങ്ങനെ ഓൾഡ് ടാക്സ് റെജീം ആയിരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുമായിരുന്നു. നമുക്കങ്ങനെ ടാക്സ് കുറയ്ക്കുന്നതിന്റെ പേരിൽ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. സോ ഇൻ ദ ഓൾഡ് ടാക്സ് റെജീം വി വർ ഫോഴ്സ്ഡ് ടു ഡു ഇൻവെസ്റ്റ്മെന്റ്സ്. That is really really bad when we are thinking currently, because നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടാക്സ് കുറഞ്ഞു കിട്ടുള്ളൂ. That was really some kind of bad thing. So in 2019 or something, our Nirmala ji introduced the new 2022 or something, our Nirmala ji, the most elegant, powerful finance minister of India, introduced the new tax regime. And new tax regime ശേഷം എന്താ, നമുക്ക് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട ഈ ടാക്സ് ഇത് കിട്ടാൻ. അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഒന്നും ചെയ്യാത്തവർക്ക് തന്നെ അത്യാവശ്യം ടാക്സ് ഇത് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയതാണ് ഓൾഡ് ന്യൂ ടാക്സ് റെജീം എന്ന് പറയുന്നത്. ദാറ്റ് വാസ് എ ഫാബുലസ് ചേഞ്ച് ഫോർ എവരി വൺ ഓഫ് അസ്. സോ അതാണ്, ആ ഒരു ചേഞ്ചിനെ പറ്റിയാണ് ആദ്യം നിർമ്മലാജി ഇപ്പം ഇത് പറയാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്നുള്ളത് നമുക്ക് കേൾക്കാം. This is reflective of our government's trust on the middle class taxpayers. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. Wow. Up to 12 lakhs rupees there is no income tax. സോ നമ്മുടെ പാർലമെന്റ് ഒക്കെ ഉള്ള എല്ലാവരും ഒരു 5 മിനിറ്റേക്ക് കൈ തരുന്നു. നമ്മുടെ മോദിജിയൊക്കെയാണ് ആഞ്ഞ് കൈ അടിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ബിഗ് സ്റ്റെപ്പ്. BJP is going to get a lot of support. മോദി എന്നൊക്കെ പുറകിൽ വിളിച്ചു പറയുന്നത്. അപ്പം യു ക്യാൻ ഓൾസോ സീ അവർ ബാക്കിലിരിക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് ലീഡേഴ്സ് ആണ് വേണുഗോപാൽജി ഒക്കെ അവിടെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുറ്റിക്കെട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ബിക്കോസ് they know it's going to really affect the opposite parties, because it's going to be very much beneficial for
on the normal middle class peoples. And I was watching some of the Malayalam news after this union budget, so they were asking, they were mainly talking about ബീഹാറിന് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ, സോ ഇത് പൊളിറ്റിക്കലി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവർ ബീഹാറിന് കൂടുതൽ കൊടുത്തത്. പിന്നെ ഡൽഹിയിൽ ഇലക്ഷൻ വരുന്നുണ്ട്, ഡൽഹിയിൽ ഇലക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, അവിടെ കൂടുതൽ മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പം അവിടുത്തെ മിഡിൽ ക്ലാസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ മിഡിൽ ക്ലാസ്സിന് ഇപ്പം ഈ 12 ലക്ഷം വരെ ടാക്സ് ആക്കി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പൊളിറ്റിക്കലി അതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഡൽഹിയിലെ മിഡിൽ ക്ലാസ്സിന് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ മിഡിൽ ക്ലാസ്സുകൾക്കും ഇന്ത്യയിലെ എല്ലാ ടാക്സ് പേയേഴ്സിനുമാണ് ഇതിന് ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലാതെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതുകൊണ്ട് ഇന്ത്യക്കാർക്ക് മുഴുവൻ ഉപകാരം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, വാട്ട്സ് റോങ് ഇൻ ദാറ്റ്? സോ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്ത് ഇത്രയും ചെയ്തതിന് കാര്യത്തെ തൃണവൽക്കരിക്കാനുള്ള പ്രവണത നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഓക്കെ, so whatever it is, whether it's BJP or whatever the government party, political parties, we have to accept, if it is a great thing, we have to stand up and give a congratulations to that party. And so see, we can hear the remaining one. He deserves some claps. നിർമ്മലാജി ആ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കൈയടിക്കാനുള്ള കുറച്ച് ടൈം അവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും വലിയൊരു അനൗൺസ്മെന്റ് ആണല്ലോ നടത്തിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ വി ക്യാൻ സീ ഇൻ ദിസ് വീഡിയോ. So average income of 1 lakh per month, other than the special rate income such as capital gains under the new regime, this limit will be 12.75 lakh for salaried taxpayers due to the standard deduction of 75,000. Slabs and rates. So standard deduction എന്ന് പറഞ്ഞാൽ 75,000 still available ആണ്. So that ഒരു 2,75,000 രൂപ ടാക്സബിൾ ഇൻകം ആയിട്ടുള്ളവർക്ക് വരെ ടാക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇറ്റ്സ് എ സൂപ്പർ ഡിസിഷൻ. പണി കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു ടാക്സബിൾ ഇൻകം ഒരു 3 ലക്ഷത്തി ഞാൻ പറയാം കുറച്ചും കൂടെ ടാക്സബിൾ ഒരു 13 ലക്ഷത്തി സംതിങ് ഉള്ളവർക്കാണ് ഇതിന് ഭയങ്കര പണി കിട്ടാൻ പോകുന്നത്. കാരണം അവർ വിചാരിക്കും അവരുടെ സാലറി ഒരു കുറച്ചൊരു 10,000-20,000 കുറവായിരുന്നെങ്കിൽ അവർ വിചാരിച്ചു പോകും. കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഈ ടാക്സബിൾ ഇൻകം ഇങ്ങനെ 12 lakhs കട്ട് ചെയ്യുമ്പോൾ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. Are being changed across the board to benefit all taxpayers. The new structure will substantially reduce the taxes of the middle class and leave more money in their hands, boosting household consumption, savings, and investment. In the new tax regime, I propose to revise tax rate structures as follows. ഓക്കെ, ഇനി ഇതിനകത്ത് ടാക്സ് റേറ്റ് സ്ട്രക്ചറിനെ പറ്റിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ whatever it is, ഇതിനകത്ത് ഓക്കെ ഇപ്പം പ്രശ്നം വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18,70,000 ഉള്ളവർക്കാണെങ്കിലും ഈ 75,000 രൂപ കുറഞ്ഞിട്ട് 12 ലക്ഷത്തിന് താഴെ അവരുടെ ടാക്സിബിൾ ഇൻകം വരുന്ന സമയത്ത് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടത് വരും. അതായത് ഒരു 13,70,000 12,75,000 രൂപ ടാക്സിബിൾ ഇൻകം ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13.5-14 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന മീൻസ് 40 lakhs per annum ഒക്കെ ഉള്ളവർക്ക് വരെ ഇതിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ അവർക്ക് ടാക്സിബിൾ ഇൻകം 0 ആയിട്ട് പോകും. അവർക്ക് വേറെ രീതിയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. സോ ദാറ്റ് ഈസ് ഹൗ നിർമ്മലാജി ഓർ ദ BJP ഗവൺമെന്റ് ഹെൽപ്ഡ് ദ മിഡിൽ ക്ലാസ് ഓഫ് പീപ്പിൾ. ആൻഡ് ഇതിനകത്തൂടെ നമ്മുടെ നിർമ്മലാജി ഇതിനകത്ത് തന്നെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടാക്സ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ അടുത്തൊരു എല്ലാവരുടെ അടുത്ത് ഒരു 19,000 രൂപയും ഈ കുറേയും കൂടെ സാലറി മേടിക്കുന്നവരുടെ കുറച്ച് ലക്ഷങ്ങളും കൂടെ ലാഭം കിട്ടും. കാരണം മൊത്തം ടാക്സ് സ്ലാബ് മാറ്റിയേക്കാണല്ലോ, നമുക്ക് അതും കൂടെ വേണമെങ്കിൽ പെട്ടെന്ന് നോക്കാം മൊത്തത്തിലുള്ള ടാക്സ് സ്ലാബിന്റെ ഒരു സ്ട്രക്ചർ. സോ ഇതുവഴി നമുക്ക് ഇവർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആൾക്കാർ അവരുടെ കയ്യിലുള്ള കാശ് ഇറക്കി തുടങ്ങും, കയ്യിൽ നിന്ന് ഇറക്കി സാധനങ്ങൾ മേടിക്കാനും കാര്യങ്ങൾ നിർത്താനും ഒക്കെ ചെയ്യും. സോ ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഗവൺമെന്റിന് വലിയ നഷ്ടം ഉണ്ടാകുന്നില്ല, ബിക്കോസ് ദിസ് മണി വിൽ കം ബാക്ക് ടു ദ ഗവൺമെന്റ് ഏരിയയിലേക്ക് തന്നെ തിരിച്ചു വരും. നമുക്ക് മറ്റേതും കൂടെ പെട്ടെന്ന് ഒന്ന് കാണാം, ഏത് ന്യൂ ടാക്സ് റെജീമിന്റെ ടാക്സ് സ്ലാബ്സ് റേഞ്ച് ഒന്നും കൂടെ കാണാം. ഓക്കെ, സോ ഇതാണ് ന്യൂ ടാക്സ് റെജീമിന്റെ സ്ലാബ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം പ്രശ്നം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാലറി 12 ലക്ഷത്തിന് മുകളിലേക്ക് പോകുകയാണ് എന്നുണ്ടെങ്കിൽ 12 ലക്ഷം നമ്മുടെ ടാക്സബിൾ ഇൻകം 12 ലക്ഷത്തിന് മുകളിലായെന്ന് വിചാരിക്കും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് ടാക്സ് അങ്ങ് കൂടാൻ വേണ്ടിയിട്ട് പോവാണ്.
അതായത് അങ്ങനെ 12 ലക്ഷത്തിൽ കൂടുതൽ ടാക്സിബിൾ ഇൻകം വന്നു കഴിഞ്ഞിട്ട് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനുള്ള ശേഷം അത്രയും ടാക്സിബിൾ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കുറച്ച് കഴിഞ്ഞാണല്ലോ ടാക്സിബിൾ ഇൻകം എന്ന് പറയുന്നത്. ടാക്സിബിൾ ഇൻകം 12 ലക്ഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർ ആനം ഉള്ള ടാക്സിബിൾ ഇൻകം എന്ന് പറയുന്നത് രണ്ടാണെന്ന് നമുക്ക് അറിയാൻ തോന്നുന്നില്ല. അപ്പം സോ ആ ടാക്സിബിൾ ഇൻകം 12 ലക്ഷത്തിന് മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 4 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ 5% ടാക്സ് ഉണ്ട്. അതായത് ഒരു 5% 20,000 രൂപയുടെ ടാക്സ് ഇവിടുന്ന് കയറും. പിന്നെ 8 ലക്ഷം തൊട്ട് 12,000 വരെ 10% ടാക്സ് ഉണ്ട്. അതായത് ഒരു 40,000 രൂപ കയറും. അപ്പം 40ഉം 20ഉം 60,000 രൂപയോളം ഒരു 13 to 13 ലക്ഷം രൂപയൊക്കെ ടാക്സിബിൾ ഇൻകം ഉള്ളവർക്ക് ഒരു 60-70, പിന്നെ അങ്ങോട്ട് 15%, 12 ലക്ഷം തൊട്ട് 16 ലക്ഷം വരെ 15%, പിന്നെ 16 ലക്ഷം തൊട്ട് 20 ലക്ഷം വരെ 20%, 20 ലക്ഷം തൊട്ട് 24 ലക്ഷം വരെ 25%, 24 ലക്ഷം തൊട്ട് ബാക്കി മുകളിലേക്കുള്ള എല്ലാത്തിനും കൂടെ 30%. സോ ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ചേഞ്ച് ആണ്. കാരണം നിങ്ങൾ തന്നെ നോക്കൂ, ഇപ്പൊ 24 ലക്ഷത്തിന് ശേഷമാണ് 30% ടാക്സ് മേടിക്കുന്നത്. സോ ഓൾഡ് ടാക്സ് റെജീമിൽ അല്ലെങ്കിൽ നേരത്തെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബവ്, അതായത് കറന്റ് ഇപ്പം നേരത്തെ ഉണ്ടായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ടാക്സ് റെജീം എന്ന് പറയുന്നത് എബവ് 50 ലാക്സിൽ 30% ടാക്സ് മേടിച്ചിരുന്നത്. അതായത് പിന്നെ ഉള്ള 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് 30,000 രൂപയായിരുന്നു. സോ ദാറ്റ് വാസ് ഇൻ എ ഹ്യൂജ് ടാക്സ് ആയിരുന്നു. അത്രയും പിന്നെ നമുക്ക് പറയാം ഇവർക്ക് അതിനുമാത്രം സാലറി ഉള്ളവരല്ലേ, പിന്നെ ടാക്സ് അത്രയും കൊടുക്കുന്നതിന് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സാധാരണക്കാരുണ്ട്. നമ്മുടെ നോർമൽ മിഡിൽ ക്ലാസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് പട്ടിണി പാവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണല്ലോ. സോ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ 15 ലക്ഷം രൂപ സാലറി മേടിക്കുന്നവരെന്ന് പറയുന്നത് ഇറ്റ്സ് വലിയ പണക്കാരാണെന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ അവർ 30% ടാക്സ് കൊടുത്താലും തെറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ബട്ട് എനിവേ ഫോർ നോർമൽ സാലറിഡ് പേഴ്സൺസ് ഇതായിരുന്നു നേരത്തെ ടാക്സ് റേഞ്ച് എന്ന് പറയുന്നത്. 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ 20% ടാക്സ് ഉണ്ടായിരുന്നു. എബവ് 50 ലാക്സിൽ 30% ടാക്സ് ഉണ്ടായിരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടാക്സ് ഇൻകം ടാക്സ് അപ്ഡേറ്റ് ആണ് ഇന്ന് നിർമ്മലജി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ നിർമ്മലജി ആൻഡ് മോദി ഗവൺമെന്റ്, യു ഗൈസ് ഡിഡ് എ ഫാബുലസ് ജോബ് ആൻഡ് you may be going to rule in the next 10 years as well because of this kind of fabulous ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ people will definitely start to love BJP a little bit more. So anyway, this was a really wonderful budget by Nirmala Sitharaman, especially in the point of income tax. So thanks for this budget and thanks for watching this video as well. Thank you. So I have to emphasize one more thing. It's like in the old tax regime, the new tax regime, ഇതിലേക്കുള്ള മാറ്റം കൊണ്ടുവന്നതിന് നിർമ്മല ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, പണ്ടെന്ന് പറഞ്ഞ ഫോഴ്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇത് കേസിൽ നമുക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. സോ ഈ LSS ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ PF ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇനി ടാക്സ് റിഡക്ഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അത് കുറയ്ക്കാം. പിന്നെ നാഷണൽ പെൻഷൻ സ്കീം ഒക്കെ ഇപ്പോഴും ഉണ്ട്. സോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ തന്നെ ക്യാഷ് വെച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കൊക്കെ ആലോചിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്.